നാളെ കൊപ്പത്തിന്റെ മണ്ണിലേക്ക് പോത്തും കുട്ടികളും വരികയാണ്. സത്യത്തിൽ ഒട്ടും നല്ലതല്ലേ ഈ വലിക്കുന്ന കുടിക്കുന്നതൊക്കെ. സത്യം നിർത്തണം. സേവിയറാ, നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല. പ്രായം എത്രയെന്ന് വെച്ചിട്ടാ. ശരിയാ, എനിക്കും തോന്നി. ഇങ്ങനെ ഇരുന്നിട്ടൊരു സുഖമില്ല. പറഞ്ഞത് നന്നായി. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാത്തി. താടേ നെറ്റ് തീർന്നേ പയ്യ, അതുകൊണ്ടല്ലേ ഞാൻ തരാം. ഇല്ലാത്തോണ്ടല്ലേ താ പോടേറക്കെ ഇത് വെച്ചിട്ടാണെങ്കിൽ ഒരാഴ്ച പിടിച്ചിരിക്കെ. 20 രൂപയ്ക്കാണോടാ ഒരാഴ്ച ഓട്ടിക്കാൻ നടക്കുന്നേ. ദരിദ്രൻ. എന്നൊരു 50 രൂപ വന്നാ ഞാൻ പണ്ടേ ദരിദ്രൻ. അപ്പൊ പണിയാണ്. 8-2-16. ഇന്നലെ ഞാൻ മൂത്രമൊക്കെ ഇറങ്ങാൻ നേരത്തെ ടെറസിന്റെ മണ്ടയിൽ ഒരു പുകമയ. അതുമല്ല കല്യങ്കാട്ട് യക്ഷിയ വടയോ വല്ല വന്നേരി. ഏത് യക്ഷിയാടാ വിൽസം കത്തിച്ചോണ്ട് വരുന്നത്? രക്ഷപ്പെട്ടിട്ടില്ല, അതറിയാൻ വേണ്ടി ചോദിച്ചാണ്. രക്ഷപ്പെടാനാ ഈ വെറുതെ പുഞ്ചിരി വിടർത്തരുത്. കോളേജിൽ കളക്ഷൻ അടിക്കാനല്ലാതെ വേറെ എന്ത് ഉദ്ദേശത്തിലാണ് നമ്മ പോയിട്ടുള്ളത്? അതൊക്കെ ഒരു കാലം, നശിച്ച കാലം. അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് നീ കളഞ്ഞില്ലേ? നിനക്ക് പണ്ടേ ഉള്ളേ. ഇതെങ്ങനെടാ സുഹൃത്ത് ബന്ധം ആവുന്നത്? രാവിലെ തൊട്ട് രാത്രി വരെ ഇവന്റെ കൂടെ ഓസ് നടക്കുന്നു, ഇവന്റെ കൂടെ നടക്കുന്നു. എന്നിട്ട് രാത്രി 2 മണി വരെ വീഡിയോ കോൾ. എന്നിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേടാ. അതെ, അവര് ഫ്രണ്ട്സ് ആണ്. എന്നാ ഈ ഫ്രണ്ടിനെയും കൊണ്ട് അവള് ക്യാൻറ്റീൻ ലൈറ്റ് ഡിന്നറിന് പറ ഓപ്ഷൻ. കപ്പിൾസിനെ പോവാന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്നാ നീ എന്നെ കൊണ്ട്. അപ്പൊ ഇതായിരുന്നല്ലേ ഇതിന്റെ ഉദ്ദേശം? നിനക്ക് അവളെ ഇനി ഫ്രണ്ടായിട്ട് കാണാൻ പറ്റൂ? നാണോ മാനോ ഇല്ലാതെ ഇനിയും ചെല്ലാൻ പറ്റുമെന്ന്. മൊബൈല് തുറക്കാൻ വയ്യടാ. എന്താ ലോക്ക് പറഞ്ഞാ എടാ, മേളിയും താഴ്ത്തു വിളിച്ചത് എല്ലി. നീ ഒന്ന് ചോദിക്കട്ടെ, എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ ഫുഡ് പോലും കിട്ടുന്നില്ലടാ. ഇന്നെന്തോ ഉണ്ടാക്കിയെന്ന് അവിടുത്തെ ചോദിക്കും. എന്ത് വെച്ചുണ്ടാക്കി? ഇന്നലെ മാഗി. ഇന്നലെ ഇപ്പി ഉണ്ടാക്കി. 2 കമ്പനിയല്ലേ, അതിലുള്ള വ്യത്യസ്തത ഉണ്ടാക്കി. അപ്പൊ നിനക്ക് പെണ്ണുങ്ങളടുത്ത് കൊണ്ടാ പേടിയാ? എനിക്ക് മാത്രമല്ല, കേരളത്തിലെ മിക്ക ആമ്പിള്ളേരുടെ അവസ്ഥ തന്നെ. അത് ആ ധൈര്യത്തിന്റെ കൂടെ തന്നെ കൊണ്ടുപോയി അവ സെറ്റാക്കിയിട്ട് 2 മരത്തിന്റെ കീഴിരിക്കുന്നതാണ്. ഞാൻ ഫാത്തിമയ്ക്ക് ഒരു സാധനം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. എന്തൊരു സാധനമാണ് അവക്ക് കിൻഡർ ജോയ് ഭയങ്കര ഇഷ്ടമാക്കിരുന്ന പ്രാന്ത് കാണിച്ച് ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തു. അത് കൊടുത്തപ്പോ അവള് നിനക്ക് എന്തോ തന്നു? അതിന്റെ ഫ്രീ എനിക്ക് തന്നു കാർ. ഞാൻ ഒന്ന് പള്ളി പോയിട്ട് വരും. കണ്ടോടാ അവന്റെ ഇബാദത്ത്. മോനെ ചുണ്ടിലെ ബർക്കത്തങ്ങ് എടുത്ത് കളഞ്ഞിട്ട് പള്ളിക്കാരനെ. ചുമ്മാ അന്വേഷണം പറയില്ലേ? മക്കള് പോ. 10 പേരൊക്കെ പള്ളിയിൽ പോയവാരി പള്ളിയിലെ മുക്കറി. എന്റെ ആകെയുള്ള പ്രതീക്ഷയാണ് അത്. പഴയം പ്രതീക്ഷിച്ചിരി. എന്ത്? അല്ല, എന്റെ വീട്ടിൽ വലിയ പ്രതീക്ഷയില്ലേ? നിനക്കാരേലും പെണ്ണ് തരൂടാ ഹറാം പറഞ്ഞോനെ. പിന്നെ ഇവിടെ എല്ലാം തികഞ്ഞവന് പെണ്ണ് കിട്ടണല്ലോ. അപ്പോഴായി പിഴക്കി. രാവിലെ തൊട്ട് എന്ത് അടിപൊളി മഴയടാ. ജോലിക്കൊക്കെ പോണവരെന്തോ ചെയ്യും? സത്യം, ഈ സ്കൂളിൽ പോണവരാ കൊട പിടിച്ചു പോകും. ജോലിക്ക് പോണവര് കൊട എടുത്താ പൊങ്ങൂല. അച്ഛനല്ലേ അത്? ഒരച്ഛനേ ഉള്ളൂ. ഞാൻ വിനായകന്റെ ഒരു ഇയർ ബഡ് സിനിമ ആണ് മേടിച്ചതാ. ഇപ്പൊ അതിന്റെ ഒരെണ്ണം മിസ്സായി പോയടാ. അത് കുഴപ്പമില്ല, നമുക്ക് വിനായന്റെ അടുത്ത് വിളിച്ച് പറയാം. സപ്പോസ് നീ വിചാരിക്കാം നീ അലന് കൊടുത്ത ഇയർ ബഡ്സ് അവന്റെ കയ്യിൽ നിന്ന് മിസ്സായി. അതിനിപ്പോ എന്താ ഞാൻ വിചാരിച്ചു. എന്നാ അത് പോയി കേട്ടാ. നമ്മൾ ആഗ്രഹം ഓർമ്മ ഉണ്ടാണ്. പ്ലസ് 2 കോളേജിലൊക്കെ ഒരു സിനിമ എടുക്കണം. നമുക്കൊരു സിനിമ എടുത്താലേ? ഓ, നീ എടുക്കാൻ വേണ്ടി 1.5 കിലോ പഴമല്ല അത്. ഒരു പ്രസിഡന്റ് ഇവിടെ കുടിക്കാൻ പാടില്ലെന്നറിയില്ലേ? ഒരുപാടില്ല. നല്ല സ്മൂത്ത്. നീണ്ട 6 മാസത്തെ UK ജീവിതത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക്. അച്ഛൻ എന്തായാലും സർപ്രൈസ് ആണ്. ക്യാപ്ചർ ദ മൊമെന്റ്. ഓക്കെ? അല്ല, ഈ 6 മാസമൊക്കെ ഒരു നീണ്ട കണക്കാണോ? പിന്നെ അച്ഛൻ എന്നെ പിരിഞ്ഞിരിക്കാനേ പറ്റില്ല. പിന്നെ അച്ഛൻ എന്നെ കണ്ട് ഞെട്ടിക്കുമ്പോ തന്നെ ബാക്കിൽ നിന്ന് പറഞ്ഞു, ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ
കൺമണിയെ കമൺ കമൺ. കൂട്ടിനുള്ളിൽ കൺമണിയേ മുത്തുപോലെ പൊന്മകളേ. അയ്യോ പപ്പ പപ്പ എന്ത് പറ്റി? ഓ ഡെഡ്ലി റിയാക്ഷൻ. ദാ പോടാ റെഡി അവിടുന്ന്. ഫ്രഞ്ചൈസ് ഓട് എന്തിനി? കൃത്രിമ ശ്വാസം കൊടുറാ. നീ എന്തിന് ഇന്ത്യയിൽ കാലുകുത്തി? എന്റെ അച്ഛന് വേണ്ടി. ഈ വീട് 20 ലക്ഷം രൂപയ്ക്ക് ലോൺ വെച്ചിട്ടില്ലടാ നീ യുകെക്ക് നാട് കടത്തിയത്. പിന്നെ എന്തോ തൊലിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. സർപ്രൈസ്. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ. കൂട്ടും ഞാൻ നിന്നെ. എനിക്ക് പറ്റുന്നില്ല അവിടെ. എന്ത് അവിടെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ജോലി ചെയ്യണോ വെച്ചാ? ചെയ്യണം. ഇവിടെ ഒരു പണിയില്ലാതെ പഠിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, പിന്നല്ലേ ജോലി ചെയ്ത് പഠിക്കുന്നത്? എന്റെ വീടും ബാങ്കിൽ വെച്ച് മൂഞ്ചിച്ചിട്ട് ഇവിടെ കയറി സൂയിക്കാന്നാണ് നിന്റെ വിചാരമെങ്കിൽ കള്ള നായിന്റെ മോനെ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. Dad, is this you? എപ്പോഴാ അടുത്ത ഫ്ലൈറ്റ്? ഉടനെ ഉണ്ടാവുമെങ്കിൽ. നാളെ 10 മണിക്ക് ശേഷം ഇവനെ ഇന്ത്യയെ കണ്ടാ നിനക്കൊക്കെ റെഡ് അലേർട്ട് ആയി. വേറെ പ്രേമൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ അവൻ സീരിയസ് അല്ലായിരുന്നു. ഇനി സീരിയസ് ആവുകയാണെങ്കിൽ കല്യാണത്തിന് തലേന്നൊന്നും പറഞ്ഞാലല്ലേ ലോൺ എടുത്തിട്ടൊക്കെയാ കല്യാണം നടത്തുന്നത്. അച്ഛനും അമ്മയും നീ ചെറിയ വീട്ടിൽ കഴിയണ്ട. സന്തോഷായടാ. ഒരു പുതിയ വീടൊക്കെ മേടിക്കാൻ മാത്രം നീ വളർന്നല്ലോ. അയ്യോ വെച്ചാ അതല്ല, ഞാൻ അമ്മ കളിച്ച് നമ്മുടെ ഈ വീടും കളയും. ഒരുത്തൻ ജിമ്മിലൊക്കെ പോയി മുട്ട പുഴുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എടാ എന്നെ ഇടാ അങ്ങോട്ട്. എങ്ങനെ നടന്ന ഒരു ചെറുക്കനാണ്. എടാ നീ ജിമ്മിൽ പോകുന്ന വഴി വല്ലോടെ എത്തി നോക്കിയോ? കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ചെത്തുകാരൻ വന്നു. മാമ വെള്ളം. മാമ ഇത് വെച്ച് എന്തും വെട്ടാവോ? എന്തിനാണ് റാമുവിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു? ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. ഓ ഡിസ്കസ് ചെയ്തോളൂ. ആ ചേട്ടൻ പോലെ ചേട്ടനും വേണം. ഓ മീ ടു. നിങ്ങൾ എങ്ങനെ ഡാൻസ് പഠിച്ചത്? പഠിച്ചത് വലിയതോ സ്ഥലത്താ. എവിടെ? പഠിച്ചത് വലിയതോ സ്ഥലത്താന്ന്. അതാ എവിടാ? അൽഹംദുലില്ലാ പഠിച്ചല്ലോ. ഹൈറ്. അപ്പൊ നിങ്ങൾ ഡാൻസേഴ്സ് അല്ല? കൊച്ചിന്റെ പാപം തിരിച്ചോറാ. എനിക്ക് വേണം. എനിക്ക് അവകാശമുണ്ട്. നിനക്കിതിന് അവകാശമില്ല. അപ്പൊ പുരിയല്ലേ? ഇപ്പൊ പുരിയത്. ഇച്ചിരി പൊരി എടുക്കാത്തോണ്ടോ പറയുന്ന നോക്കാക്കളെ. അല്ലേലും ഞാനും ജാനിക്കുട്ടിയൊക്കെ ഒരു വേവ് ലെങ്ത് ആണല്ലോ. ജാനിക്കുട്ടി അതേത് കുട്ടി? അതൊരു പഴയ സീരിയലാ. എനിക്കറിയാം. എന്നെ ദത്തെടുത്തോണ്ടല്ലേ നിങ്ങൾക്ക് എന്നെ വിലയില്ലാത്തത്. എവിടെ എന്റെ മറ്റേ അച്ഛൻ? ഇവിടെ ഒരു തന്ത കുത്തുവാളെടുത്തിരിക്കുക, അപ്പൊ മറ്റേ തന്ത എടുത്തോട്ട് കെട്ടിയിടും. ദത്തെടുത്തല്ലെങ്കിൽ എന്നെ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണേ? എടാ 20 വയസ്സ് വരെ ഞാൻ നിന്നെ കൊഞ്ചിച്ച്, 25ാമത്തെ വയസ്സ് നീ എന്നെ വഞ്ചിച്ച്. അപ്പൊ സ്വന്തം കാലിൽ നിൽക്കാതെ എനിക്ക് എന്റെ അച്ഛന്റെ സ്നേഹം കിട്ടില്ല. എന്ത് തൊലിഞ്ഞ ഡയലോഗാടാ ഇതൊക്കെ. എടാ 25 വയസ്സ് വരെ ഞാൻ നിന്നെ പോറ്റിയില്ലേ, എന്നിട്ട് നീ എന്നെ തിരിച്ച് ഊറ്റിയില്ല. പന്നി. പോടാ. നീ വേറെ തന്ത കണ്ടുപിടി. എങ്ങനെയും രക്ഷപ്പെട്ട പറ്റത്തോളൂ. പെടൂടാ. വാങ്കേ 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 വാങ്കേ. ഇതിങ്ങനല്ലേ? കൈ നോക്കി ഭൂതം പൂച്ചർ പറയും. ചുമ്മാ തട്ടിപ്പ്. നീ വന്നേ. എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് രക്ഷപ്പെടില്ല അല്ലേ? എന്തോ ഉണ്ട്. ബാ ഗതി പിടിക്കണില്ല. പിടിക്കില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തലതെറിച്ച തെണ്ടികളായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഒറിജിനൽ തന്നെ? അല്ല, ഞാൻ ഫസ്റ്റ് കോപ്പി ഒറിജിനൽ കടയില്. ഇതേതാ എക്സ്ക്ലമേഷൻ മാർക്ക്? എന്റെ ഉറ്റ കൂട്ടുകാരനാ ബെന്നി. പന്നി. കൈ നീട്ടാ. താ ഹോംവർക്ക് ചെയ്തില്ലേ? അടിക്കണോ? മര്യാദക്ക് നീട്ടാ. ഒരു പെണ്ണ് നല്ല രീതിക്ക് ഊമ്പാവ അമ്പലാക്കിയില്ലേ? അതെ. അതിനുശേഷം അങ്ങ് കുടിച്ചു. ഓ മഹാൻ. പിന്നെ ഞങ്ങളൊക്കെ പ്രേമം പോട്ടപ്പോ സർബത്താണല്ലോ കുടിക്കുന്നത്. ശാലേ കണ്ടിന്യൂ. പോടാ മഹാണം പറയണം. 3ാം ക്ലാസ് വരെ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന നിന്റെ ജീവിതമായിരുന്നു. എന്നാ പിന്നെ കഴിച്ചിട്ട് ബാക്കി വിഷമം പറയാമല്ലേ? ആ വിനായകൻ ഒന്ന് ഓർഡർ ചെയ്തേ. എന്റെ ഫോണിൽ ചാർജ് ഇല്ല. അല്ലെന്ന് ഓർഡർ ചെയ്യും. എന്റെ ഫോണിൽ നെറ്റ് ഇല്ല. അജിൻ ജയ്. എന്റെ ഫോണില്ല. ഹലോ, ഞാൻ ഹെൽത്തിൽ നിന്നാണ്. എന്റെ ഹെൽത്ത് എല്ലാം ഓക്കെ ആണ്. ഞാൻ ഇൻസ്പെക്ഷൻ വന്നതാണ്. ഇഞ്ചക്ഷൻ പേടിയാണ് സാർ.
ഞാനേ ഫുഡ് ഇൻസ്പെക്ടറാണ്. ഫുഡ് ഇൻസ്പെക്ടർ അല്ല, സബ് ഇൻസ്പെക്ടർ. എത്ര പേര് പഠിച്ചു? 5 കട പൂട്ടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു ലൈം അടിച്ചേ. പഞ്ചസാര ഇടാതാണോ ലൈം അടിക്കുന്നത്? അയ്യോ സോറി. ഇനി ഇളിത്തി ഒന്ന് പിടിച്ചാണ്. ഇപ്പൊ പഞ്ചസാര ഉണ്ട്. എനിക്കൊരു പെണ്ണിനെ നോക്കുമ്പോ എന്റെ അടുത്തോടൊക്കെ ഒന്ന് പറയണ്ട. നിനക്കാര് വേണു ഇതേവനാണ്. ഞാനല്ലേ വീട്ടിലെ മൂത്ത്. നീ പൂട്ടാൻ കുറെ നാളായല്ലോടാ നീ പൂട്ടിരിക്കാൻ തുടങ്ങി. പറയാൻ അച്ഛനും പിന്നെ സർക്കാർ ഉദ്യോഗമാണല്ലോ. ഒന്നുമില്ലല്ലോ ഞാൻ എന്റെ അപ്പനെ പറ്റി ചിത്രം ഉണ്ടാക്കിയടാ. നിങ്ങളെന്താ പറയുന്നത്? നിങ്ങളെ പറ്റിക്കണോ? പറഞ്ഞ കൈകാലം അടിച്ചാൽ മുടക്കണം. എടാ വല്ല പണിക്ക് ഒരു കുടുംബം നോക്കടാ. അന്റെ സുള്ള ആണെങ്കിൽ അങ്ങനെയാണ്. എന്ത് ജോലിക്കകത്തത് അതിനെനിക്ക് അന്തസ്സില്ലല്ലോ. നമ്മുടെ ശ്വേതയില് അവളോട് ഞാൻ പോയാലും ചോദിച്ചു. അവളപ്പൊ തന്നെ ചെകിളം തന്നതാ. വേദേ അവളുടെ അടുത്ത് ഞാൻ കുറച്ചാളുമ്പോ ഒന്ന് കറങ്ങാൻ പറ്റുണ്ടാന്ന് വെച്ചാൽ എനിക്കൊരു ചെകിളം തന്ന അടിച്ചിട്ട് #, എന്നാണ് ഉച്ചയായിട്ട്. ഇരിക്കുന്ന ആർക്കൊക്കെ ഉണ്ടോ ഫുൾ A+? എനിക്കുണ്ട്. ഊളെ നിനക്ക് ഇവനെ കണക്ക് വല്ല പ്ലസ് വല്ലതും ഉണ്ടാ? ഉണ്ട് സാർ. എന്തുവാ? 18+. ഇവന്റെ അക്കൗണ്ട് ഫ്രീസ് ആയി പറഞ്ഞിട്ട് 5 ലക്ഷം രൂപ ഇവനെന്ത് വാങ്ങിച്ചത്. 5 ലക്ഷം രൂപ ഇപ്പൊ തരാന്ന് പറഞ്ഞ 2 ATM കാർഡ് വാങ്ങിച്ചോണ്ട് പോയിട്ട് 2 മാസമായി. ഒരു സ്വർണ്ണമാല, 2 സ്വർണ്ണവള, ഒരു സ്വർണ്ണക്കമ്മല്, ഒരു സ്വർണ്ണ മോതിരം. So many personal pictures. ഇതൊക്കെ നുണയാണ്. പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ പറയും. തെളിവെന്തിനാ? നീ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ലൈവ് പോവും. ഇപ്പൊ നമ്മൾ കുറച്ച് നാള് ഫിലിമിൽ സജീവ അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ലവ് ഉണ്ടല്ലോ കുറച്ച് കുറയുമല്ലോ. ഇപ്പൊ മാസം പടം ചെയ്യുന്നു ലവ് കുറയുമെന്ന്. എല്ലാ മാസം ഉണ്ട് പടം. എല്ലാ വെള്ളിയാഴ്ച ഓരോ ബേസിൽ പടം. മന്ത്ലി സ്റ്റാർ, ഫാമിലി സ്റ്റാർ മാത്രം മന്ത്ലി സ്റ്റാർ. 4 വർഷം കൂടുമ്പോ പടം. ഒളിമ്പിക്സ് സ്റ്റാർ. ഞങ്ങൾക്ക് ഈ സിനിമാ താരങ്ങളൊക്കെ വൈറലാവുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഗ്രേസേ. മനഃപൂർവ്വം കൈ കൊടുക്കാതെ പോയതല്ലേ, ഞാൻ അറിഞ്ഞായിരുന്നു. ചെറിയൊരു പ്ലാൻ. അല്ല ഇത് സുരാജ് ചോദിച്ചു, എന്താടി ഞാൻ അവിടെ ഫ്രണ്ടില് ഇതുപോലെ ഇവന് ഇരുന്നിട്ട് നിനക്ക് എന്നെ കാണാൻ പറ്റാതെ. ചേട്ടാ എന്റെ ഈ കവിള് ചാടി കണ്ടിട്ട് ഈ കണ്ണ് ശരിക്കായിട്ട് കാണത്തില്ല എന്ന് പറഞ്ഞു. ഈ മൂവീസ് ഒക്കെ ഡയറക്ഷനിലേക്കൊക്കെ ഇനി വരാൻ നേരത്ത് സ്വന്തം മൂവിയിൽ നസ്രീ ചേച്ചിനെ നായികയാക്കോ? ഇല്ല, ആക്ച്വലി ഞാൻ ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, ഡയറക്ട് ചെയ്യുന്ന സിനിമ. വേണ്ടെന്ന് വെച്ച് കുറച്ചുകൂടെ നല്ല ആരെങ്കിലും കിട്ടിയിട്ട് ചെയ്യാം എന്നുള്ള മൂടി. ഞാൻ പോകുന്നു. ബൈ ബൈ.